അവരവരുടെ ദുഃഖങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും. ഇത്ര കോടി രൂപ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല. പിണറായിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന അണികൾ ആ പാർട്ടിക്കകത്തുണ്ട്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ നിയോജക മണ്ഡലം CDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി എ മോഹനാണ്. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? ഇത്തവണ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ആ നിലയിൽ തന്നെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അവരെല്ലാം വളരെ അമിതമായ ആവേശത്തോടെ, കാരണം 10 വർഷമായിട്ടുള്ള ഇടതുപക്ഷ ഭരണം കേരളത്തിന് സമ്മാനിച്ച ദുരിതത്തിന്റെ ആഴം അത് കൃത്യമായി അനുഭവിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിലും വളരെ നന്നായിട്ട് പോസിറ്റീവായിട്ട് അവർ പ്രതികരിക്കുന്നു. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, മെയ് 4 എത്രയും പെട്ടെന്ന് അടുത്തെത്തട്ടെ, അങ്ങനെ ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകട്ടെ, അതിനുശേഷമുള്ള ഈ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രചാരണ പരിപാടികളായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? അവരാവശ്യങ്ങളല്ല, അവരവരുടെ ദുഃഖങ്ങളാണ് പങ്കുവെക്കുന്നത്, അവരുടെ പ്രയാസങ്ങളാണ് പങ്കുവെക്കുന്നത്. കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധമായ ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണെന്ന് നമ്മൾ അവകാശപ്പെട്ടത്. പക്ഷേ ഇപ്പൊ നമ്മൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോളേജുകളിലൊക്കെ പോയപ്പോൾ പഴയകാലത്ത് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച ഏറ്റവും നല്ല കോഴ്സുകൾ BSc ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ SN കോളേജിൽ പോയപ്പോൾ 15ഓളം കുട്ടികൾ ആ ക്ലാസ്സിൽ ഇല്ല, ഒഴിവാണ്, സീറ്റുകൾ വേക്കന്റ് ആണ്. അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കേണ്ടത് പുതിയ പുതിയ ഡിഫറെന്റ് കോഴ്സുകളാണ്, സാധ്യതകളുള്ള കോഴ്സുകൾ. ആ സാധ്യതകളുള്ള കോഴ്സുകൾ ഈ സംസ്ഥാനത്തില്ല. 10 വർഷമായിട്ട് അങ്ങനെ ഒരു പുതിയ നല്ല വിദ്യാഭ്യാസ സ്ഥാപനം വന്നിട്ടില്ല. നല്ല വായ്ത്താരി കേൾക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി, നമ്മളെ പ്രതീക്ഷ നശിച്ചു പോകും. ആ നിലയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. അപ്പൊ നമ്മള് പഴയകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ നടത്തി. ആ സെമിനാറിൽ പങ്കെടുക്കാൻ വന്ന ഏറ്റവും ഉന്നതനായ നയതന്ത്രജ്ഞൻ ശ്രീ ശ്രീനിവാസനെ അതിക്രൂരമായി മർദ്ദിച്ച് റോഡിൽ ചവിട്ടി ഇറക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതിനൊന്നും ഞങ്ങളാരും എതിർത്തിട്ടില്ല. ഭരണം മാറുന്നതിനനുസരിച്ച് നയം മാറ്റുന്ന ശൈലിയും ശീലവുമില്ല. അപ്പോൾ മാറ്റം വരണം. വിദേശ സർവകലാശാലകൾ വരണമെന്നോ അല്ലെങ്കിൽ വിദേശത്ത് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ? അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പോകുന്ന ഇവിടെ പഠിക്കാൻ ഭൂരിപക്ഷം ആളുകളും വിദേശത്താണ് പോകുന്നത്. സാന്റാ മോണിക്കയുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു യാത്രയപ്പ് ചടങ്ങ് 7000ഓളം കുട്ടികൾ പങ്കെടുത്ത ഒരു കാനഡയിലേക്ക് പോകുന്നു. എന്തിനാ? അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പഴയകാലത്ത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോകുന്ന അതേ ലാഘവത്തോടെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പഠനാവശ്യാർത്ഥം പോകുന്നത്. അപ്പൊ ആ കോഴ്സുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ഇവിടുത്തെ നിലവാരം കുറഞ്ഞത് കൊണ്ടാണ്, അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന് ദീർഘവീക്ഷണമുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും. അതൊന്നും ഇല്ല എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. മേയറായിരുന്ന കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളായിരുന്നു താങ്കൾ. അപ്പം ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ കണ്ണൂരിൽ നടപ്പിലാക്കാൻ പോകുന്നത്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയത് അത് ചെയ്തു. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരുടെ ആശയമാണ് ഞാനുമായിട്ട് പങ്കുവെക്കുന്നത്. അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. ആ നിലയിൽ അതിന് പൂർണ്ണ സഹകരണം ജനങ്ങളിൽ നിന്നുണ്ടായി. നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു സ്വയംഭരണ അധികാരവും ഇല്ല. സർക്കാർ എല്ലാം കൂച്ചു വിളങ്ങുന്നില്ല, എന്നാൽ ഫണ്ട് അനുവദിക്കാത്ത, എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഏകപക്ഷീയമായി സ്ഥലം മാറ്റുന്ന ഒരു സാധനം ഇല്ലാത്തൊരു സംവിധാനമാണ്. 6 കോർപ്പറേഷനകത്ത് 5ഉം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കണ്ണൂർ ഒരു കോർപ്പറേഷൻ മാത്രമാണ് UDF-ന്റെ കയ്യിലുണ്ടായിരുന്നത്. ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടാണ് പലരും നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ തടസ്സം നിൽക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. എന്തായാലും അതിനൊക്കെ അതിജീവിക്കാൻ ഒരു പരിധിയോളം പറ്റിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന് വെച്ചാൽ അത് ചെയ്യുന്ന സമയത്തും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ കിട്ടിയിട്ടില്ല.
പ്രത്യേകിച്ച് സ്ഥലം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നടപ്പാക്കുമ്പോൾ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? അത് ജനങ്ങളാണ്. അപ്പൊ നമ്മുടെ കണ്ണിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുമ്പിലുള്ള ജനങ്ങളെ വരുമ്പോഴും നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് നമ്മൾ രാഷ്ട്രീയം പറയും. തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതില്ല എന്നുള്ളതാണ് ഈ നിയോജകമണ്ഡലത്തിലെ MLA പരാജയം. അദ്ദേഹത്തെ ഈ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ബന്ധമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനവും ഇവിടെ ഉണ്ടാകാറില്ല. അദ്ദേഹത്തെ നോക്കുകുത്തിയായി വെച്ചിട്ട് ഇവിടെ പാർട്ടി സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടുവരുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ മുകളിൽ വെക്കും. CPM പാർട്ടി അത് മുഴുവനായി ഏറ്റെടുത്ത്, പാർട്ടിയുടെ മുഴുവൻ എന്ന് പറഞ്ഞില്ല, പാർട്ടിക്കകത്തെ ചില ആളുകൾ അത് വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങി വെക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ കാര്യവും വെച്ച് കണക്ക് കൂട്ടിയിട്ട് 1647 കോടിയുടെ വികസനം എന്നൊക്കെ പറഞ്ഞു. ഇത് എവിടെ നടത്തിയ കാര്യമാണ്? കണ്ണൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് വലിയ മണ്ഡലമൊന്നല്ല. വിസ്തൃതിയിൽ മറ്റ് പല നിയോജക മണ്ഡലത്തിന്റെ 5-1, 6-1 ചെറിയ വിസ്തൃതിയുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ 1647 കോടി രൂപ ചെലവഴിച്ചിട്ട് വികസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് തൊട്ട് നോക്കാൻ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണേണ്ടതാണ്. ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. 10 വർഷം മുൻപ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു MLA ആയി വരുമ്പോൾ എന്തായിരുന്നു ഉണ്ടായത്? അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അതിനകത്ത് 7 കൊല്ലം അദ്ദേഹം മന്ത്രി കൂടിയാണ്. അപ്പൊ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ബജറ്റ് വരുമ്പോൾ ആ ബജറ്റിനകത്ത് ഇത്ര കോടി രൂപ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല. അതിന്റെ ഗുണഫലം ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തി ജില്ലക്ക് ആവശ്യമുള്ള ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പ്രചരണ സമയത്ത് പോകുന്ന സമയത്ത് ഇപ്പം ജനങ്ങളിപ്പം നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായ, ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രാദേശികമായി ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ ആവശ്യങ്ങളാണ്, ഓരോ നിർദ്ദേശങ്ങളാണ്. അവ ഏതായാലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ക്രോഡീകരിച്ച് അതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് അത് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വോട്ടർമാരുടെ വോട്ട് ചെയ്ത് പോകുന്ന സമയത്ത് വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? വോട്ടർമാരുടെ പ്രതികരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ അസംബ്ലി മണ്ഡലം, ആ അസംബ്ലി മണ്ഡലത്തിൽ തന്നെയാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞാൻ ഏകദേശം 1978 മുതൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. അത് കോളേജ് എത്തിയപ്പോൾ കോളേജ് യൂണിറ്റ് ഭാരവാഹിയായിട്ടും, അതിനുശേഷം പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നത് അവിടെ കോളേജ് യൂണിറ്റ് ഭാരവാഹിയായിട്ടും, യൂണിയൻ ഭാരവാഹിയായിട്ടും, പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ചും, പിന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടും, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടും, അതിനിടയിൽ 91-26 വയസ്സിൽ ഞാൻ ജില്ലാ കൗൺസിൽ മത്സരിച്ച് ജയിച്ചില്ല. പക്ഷേ ജില്ലാ കൗൺസിൽ മത്സരിച്ച് അവരൊക്കെ പാർട്ടി പല രൂപത്തിൽ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് കൃത്യമായി വായിച്ചെടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്റെ എല്ലാ പ്രവർത്തനത്തിലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിജയസാധ്യത ഒന്ന്, കേരളത്തിൽ ഭരണമാറ്റം. അത് തർക്കം പിണറായി വിജയന് പോലും ഉണ്ടാവില്ല. തർക്കം വേണ്ട, എന്നൊക്കെ പറയും തുടർന്ന്. പക്ഷെ അതിനൊന്നും ഒരു സാധ്യതയില്ല എന്നത് അവർക്കറിയാം. മാസിറ്റ് പാർട്ടി തകരുകയാണ്. ആ തകരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, പാർട്ടി എന്താണോ ലക്ഷ്യം വെക്കുന്നത് പഴയ കാലത്ത് അതിൽ നിന്നും എത്രയോ അകലെയാണ് അവരുള്ളത്. അത് അറിയാത്തവരല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നത് ജനത്തിന് കൃത്യമായ ബോധ്യമുണ്ട്, പാർട്ടി അണികൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് പാർട്ടി ഇപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ അവരുടെ ഉരുക്കുകോട്ട എന്നൊക്കെ പറഞ്ഞൊരു ജില്ലയിൽ 2 സീറ്റിൽ 9 സീറ്റിൽ 2 സീറ്റിൽ മത്സരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരാണ്. റിബലായിട്ട് മത്സരിക്കുകയാണ്. പാർട്ടിയെ എതിർത്ത്, അതും ജില്ലയിലെ ഏറ്റവും സീനിയറായ, ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് പാർട്ടി വിട്ട് പുറത്തിറങ്ങി ഈ അനീതിക്കെതിരെയാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് തലപ്പുറങ്ങളിൽ മത്സരിക്കുകയാണ്. അപ്പൊ അതുപോലെ പയ്യന്നൂരിൽ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഒരു സീറ്റിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയാണ്, അഴിമതിക്കെതിരെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് എത്രമാത്രം പ്രാധാന്യമാണ്. അപ്പൊ ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ എവിടെയാണോ രക്തസാക്ഷി ഉണ്ടായത്
അതിനെ ചുറ്റി നിൽക്കുന്ന നേതാക്കന്മാർ ഇതാ ലോട്ടറി അടിച്ചു എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് അതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചാൽ മതി. എറണാകുളത്ത് ശ്രീ അഭിമന്യു കേരളത്തിൽ SFI നേതാക്കന്മാർ ഊറ്റം കൊണ്ട രക്തസാക്ഷിയാണ്. പക്ഷെ ആ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം, ആ പണത്തിൽ നിന്റെ 6 തുക മാത്രമാണ് ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പൊ രക്തസാക്ഷി മരിക്കുന്നില്ല എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, അതിന് നീതി പുലർത്തണം ആ കുടുംബത്തോട്. ബാക്കി പണം എങ്ങോട്ട് പോകുന്നു ആരും പറയും. അതൊക്കെ വലിയ വിവാദമായിട്ടില്ല. പക്ഷെ ഇവിടെ പയ്യന്നൂരിൽ ധനരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷി, സാധാരണ ഇതിൽ രക്തസാക്ഷി ആയാൽ ആ പ്രദേശത്ത് അതൊരു വലിയ വിഷയമായിട്ട് മാറും, അതിനപ്പുറം ഉണ്ടാകാറില്ല. പക്ഷെ ധനരാജ് ജില്ലയിലെ എല്ലാ കോണിലും ധനരാജിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന അണികൾ ആ പാർട്ടിക്കകത്തുണ്ട്. പക്ഷെ അവരെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി 1.25 കോടി രൂപ പിരിച്ചിട്ട് കേവലം 35-40 ലക്ഷത്തിൽ തരം രൂപ മാത്രം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച ബാക്കി പണത്തിന്റെ കണക്ക് പോലും ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ആളുകളെ വിളിക്കേണ്ടത് ശവന്തീനുകളെന്നാണ്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അത് ചോദ്യം ചെയ്തിട്ട് പാർട്ടി സെക്രട്ടറി എന്നാ പറഞ്ഞത് കണക്ക് കൊടുക്കും, കണക്ക് അവതരിപ്പിക്കും, ഒന്നും നടന്നില്ല. ജില്ലാ സെക്രട്ടറി പറഞ്ഞു, അതും പറഞ്ഞു. ഇപ്പോഴും ആ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ആ പാർട്ടി ആ പ്രദേശത്ത് പാർട്ടിയുടെ അണികൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ആലോചിക്കുക, ഭരണമാറ്റം എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ തരങ്ങളിലും മാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും. ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണത്തിനൊപ്പം കൈപൊക്കാൻ അതിനാവശ്യമായ പിന്തുണ നൽകാൻ കണ്ണൂർ മുന്നൂർ MLA ഉണ്ടാകും. താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന പൂർണ്ണ ആശംസകളും.